ഓക്കെ, ഹായ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ, പ്രധാനപ്പെട്ട കവികൾ, ചിന്തകർ ആരൊക്കെയാണെന്നുള്ളതാണ്. ഭക്തി പ്രസ്ഥാനം, അതിൻ്റെ ആവിർഭാവം, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഭക്തി പണ്ഡിതന്മാർ ആരൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, രാമാനുജൻ. ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ജനിച്ച പ്രശസ്തനായിട്ടുള്ള ഭക്തി സന്യാസിയാണ് രാമാനുജൻ. അദ്ദേഹം വൈഷ്ണവിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ദാർശനികനാണ് രാമാനുജൻ. വൈഷ്ണവിസത്തിലേക്ക് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയ പണ്ഡിതനാണ്. അദ്ദേഹം യാഥാസ്ഥിക മതവിശ്വാസങ്ങൾ, യാഥാസ്ഥികമായിട്ടുള്ള വിശ്വാസങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ് രാമാനുജൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കിടയിൽ ജാതി വ്യത്യാസം ഇല്ലാതാക്കി എന്നുള്ളതാണ് രാമാനുജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ഒരു ഭക്തി സന്യാസിയാണ് മാധവാചാര്യ. കന്നഡ പ്രദേശത്ത് ജീവിച്ച, 13ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ദ്വൈത ഫിലോസഫിയുടെ വക്താവായിരുന്നു. ദ്വൈതം എന്ന് പറയുമ്പോൾ രണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അദ്വൈതം, നമ്മൾ നേരത്തെ പറഞ്ഞ ശങ്കരാചാര്യരുടെ അദ്വൈതമാണ്, രണ്ടില്ല. ഇവിടെ ദ്വൈതം എന്ന് പറയുന്ന ഫിലോസഫിയുടെ വക്താവാണ് മാധവാചാര്യൻ. അപ്പം വേൾഡ് ഈസ് നോട്ട് ആൻ ഇല്യൂഷൻ. നേരത്തെ അദ്വൈതത്തിൽ പറഞ്ഞതുപോലെ ജഗത് മിഥ്യയല്ല, ജഗത്ത് ഇല്യൂഷൻ അല്ല, അത് റിയാലിറ്റിയാണെന്ന് പറഞ്ഞ പണ്ഡിതനാണ് മാധവാചാര്യൻ. മറ്റൊരു പ്രഗത്ഭയായിട്ടുള്ള ഭക്തി സന്യാസിനി, ഒരു കവയിത്രിയാണ് മീരാഭായ്. രാജസ്ഥാനിൽ പോപ്പുലറായിട്ടുള്ള, പ്രശസ്തമായിട്ടുള്ള ഒരു ഭക്തി പണ്ഡിതയാണ് മീരാഭായ്. ദെൻ തുളസീദാസ്. രാമഭക്തിയിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് തുളസീദാസ്. അദ്ദേഹം രാമഭക്തിയുമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാമചരിത മാനസം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്, അത് രചിച്ചിട്ടുണ്ട്. ദെൻ നിംബർക്ക, വല്ലഭാചാര്യ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം വൈഷ്ണവ ഭക്തി വിഭാഗത്തിലെ പ്രഗത്ഭരാണ്. ദെൻ സൂർദാസ്, വല്ലഭാചാര്യരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് സൂർദാസ്. അദ്ദേഹം കൃഷ്ണഭക്തി നോർത്ത് ഇന്ത്യയിലുടനീളം പ്രചാരത്തിലേക്ക് കൊണ്ടുവന്ന പണ്ഡിതനാണ് സൂർദാസ്. ദെൻ രാമാനന്ദ, അലഹാബാദിൽ ജനിച്ച പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനാണ് രാമാനന്ദ. അദ്ദേഹം ബനാറസ്, ആഗ്രയിലെല്ലാം ഹിന്ദി ഭാഷയിൽ, അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയായിരുന്ന ഹിന്ദിയിൽ, അല്ലെങ്കിൽ വർണ്ണാക്കുലറായിട്ടുള്ള നാട്ടുഭാഷയായിരുന്ന ഹിന്ദിയിൽ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ജാതി വ്യവസ്ഥയെ ശക്തമായിട്ട് എതിർത്തു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ജാതിയുടെ അതിർവരമ്പുകൾ, അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തിയൊന്നും നോക്കാതെ, ജാതിയെ നോക്കാതെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ പൊതുവെ രാമാനന്ദികൾ എന്ന പേരിലാണ്, രാമാനന്ദീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തി പ്രസ്ഥാനത്തിൽ തന്നെ മൊണോസ്റ്റിസ്റ്റിക് മൂവ്മെന്റ്, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച ഒരു പ്രഗത്ഭനായ ചിന്തകനാണ്, പണ്ഡിതനാണ്, കവിയാണ് കബീർ. അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജീവിച്ചത്. പിന്നീട് ഒരു തുന്നൽ പ്രൊഫഷണൽ, അല്ലെങ്കിൽ തുന്നൽ കുടുംബത്തിൽ, തുന്നൽക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിതം തുടങ്ങുന്നത്. അദ്ദേഹം ഹിന്ദുമതത്തെ കാര്യമായി പഠിക്കുകയും, ബനാറസിൽ നിന്നുകൊണ്ട് ഹിന്ദുമതത്തിൽ വലിയ കാര്യമായി പഠിക്കുകയും ഹിന്ദുമത തത്വങ്ങൾ കുറേയൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്ത പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു, ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒറ്റ ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ ആളുകൾ പല പേരിൽ, ഹരി, രാമൻ, അള്ളാഹ് എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പല പേരുകളാണ്, ജനങ്ങൾ പല പേരിൽ ദൈവത്തെ വിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജാതി വ്യവസ്ഥയെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. സതി സമ്പ്രദായം, അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുക, വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള
സംഭവങ്ങളെയെല്ലാം ശക്തമായിട്ട് എതിർത്ത ആളാണ് കബീർദാസ്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ കബീർ പാന്തികൾ എന്ന് അറിയപ്പെടുന്നു. പിന്നീട് മൊണോത്തിസ്റ്റിക് മൂവ്മെന്റിൽ ഏകദൈവ പ്രസ്ഥാനത്തിലെ മറ്റൊരു പ്രഗത്ഭനായ പണ്ഡിതനാണ് ഗുരു നാനക്. അദ്ദേഹം ലാഹോറിനടുത്തുള്ള താൽവണ്ടിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് പിന്നീട് സിഖ് മത രൂപീകരണത്തിലേക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ സിഖ് മത സ്ഥാപകനായിട്ട് ഗുരു നാനാക്കിനെ കണക്കാക്കുന്നു. ജാതിപരമായ വ്യത്യാസങ്ങളെ അങ്ങേയറ്റം എതിർക്കുകയും സങ്കീർണമായ ആചാരാനുഷ്ഠാനങ്ങളെയെല്ലാം എതിർത്ത ഒരു വ്യക്തിയാണ് ഗുരു നാനാക്ക്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഹിന്ദു മുസ്ലിം കബീറിനെ പോലെ തന്നെ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി നിലകൊണ്ട ആളാണ്. അതോടൊപ്പം ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത പ്രഗത്ഭനായ പണ്ഡിതനാണ്. മറ്റൊരു ബംഗാളിലെ കൃഷ്ണ ഭക്തി പ്രചരിപ്പിച്ച ഒരു പണ്ഡിതനാണ് ചൈതന്യ. അദ്ദേഹം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പാട്ടുകൾ, ഡാൻസുകൾ ഒക്കെ അതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ആളുകൾക്ക് അറിയാമെന്ന് വിശ്വസിച്ചിരുന്നു. അതിനുവേണ്ടി അങ്ങനെയുള്ള മ്യൂസിക്കൽ ഗ്യാതറിങ്ങുകളെല്ലാം നടത്തിയിരുന്ന ആളാണ് ചൈതന്യ. അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ മുസ്ലിങ്ങളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഉൾപ്പെട്ടിരുന്നു. ജ്ഞാനദേവ അല്ലെങ്കിൽ ജ്ഞാനേശ്വർ മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രമുഖ അല്ലെങ്കിൽ നേതൃത്വം വഹിച്ച ഒരാളാണ്. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് ജ്ഞാനേശ്വർ. അദ്ദേഹം ജ്ഞാനേശ്വരി എന്ന് പറയുന്ന ആ പേരിൽ ഭഗവത്ഗീതക്ക് ഒരു കമന്ററി രചിച്ചിട്ടുണ്ട്. നാമദേവ 16ാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്നേഹത്തിന്റെ തത്വം പ്രചരിപ്പിച്ച ആളാണ് നാമദേവൻ. അദ്ദേഹം വിഗ്രഹാരാധനയെയും എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീസ്റ്റ്ഹുഡിന് അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ മേധാവിത്വത്തെ ശക്തമായി എതിർത്തിട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ജാതി വ്യവസ്ഥയെയും ശക്തമായി എതിർത്ത ആളാണ് നാമദേവൻ. ഏകനാഥ് മറാത്തയിലെ തന്നെയുള്ള മറ്റൊരു മതപണ്ഡിതനാണ് ഏകനാഥ്. ജാതി വ്യവസ്ഥയും ജാതി വ്യത്യാസങ്ങളെ ശക്തമായി എതിർത്ത ആളാണ്. താഴ് ജാതിയിൽപ്പെട്ട ആളുകളിലൂടെ വളരെ നല്ല രീതിയിൽ പെരുമാറിയ പണ്ഡിതനാണ് ഏകനാഥ്. അദ്ദേഹം മറാത്തയിലെ വിവിധ വിഭാഗങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊട്ടു മുന്നേയുള്ള നാമദേവനെയും അതുപോലെ അതിനുശേഷം വന്ന തുക്കാറാമിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭക്തി പണ്ഡിതനാണ്. തുക്കാറാം മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ ഒരു പ്രഗത്ഭനാണ്. ശിവജിയുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഭക്തി പണ്ഡിതനാണ്. അദ്ദേഹം പല പേരുകളിൽ വിളിക്കപ്പെട്ടിട്ടുണ്ട്. സന്ത് തുക്കാറാം, ഭക്ത തുക്കാറാം, തുക്കാറാം മഹാരാജ് എന്ന പേരിലൊക്കെ വിളിക്കപ്പെട്ടിരുന്ന പണ്ഡിതനാണ് തുക്കാറാം. അദ്ദേഹം പ്രശസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ അഭംഗ, ഡിവോഷണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കവിതകൾ, അഭംഗ എന്നറിയപ്പെടുന്ന കവിതകൾ, കീർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. അദ്ദേഹത്തിന്റെ കാവ്യങ്ങളെല്ലാം രചിച്ചിരിക്കുന്നത് പ്രധാനമായും വിഷ്ണുവിന്റെ അവതാരമായ വിത്തല സ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന വിത്തല എന്ന് പറയുന്ന ഡെയിറ്റിയെ വേണ്ടിയാണ് സമർപ്പിക്കപ്പെട്ടത്. മറാത്ത ദേശീയതയുടെ രൂപീകരണത്തിന്, മറുദേശയുടെ ഒരു പ്രാദേശികവാദത്തിലൊക്കെ അല്ലെങ്കിൽ അതിന്റെ ദേശീയതയിലൊക്കെ കാര്യമായ പ്രോത്സാഹനങ്ങൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഭക്തി പ്രസ്ഥാനക്കാർ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ഭക്തി പ്രസ്ഥാനക്കാരും അവരുടെ പ്രദേശങ്ങളും കാണിക്കുന്ന ഒരു മാപ്പാണിത്. ഇതിൽ നിന്നും പ്രധാനപ്പെട്ട ഭക്തി പണ്ഡിതന്മാർ ഏത് കാലഘട്ടങ്ങളിൽ ഏത് പ്രദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഭക്തി പ്രസ്ഥാനം ഇന്ത്യയിലെ നാട്ടുഭാഷകളെ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിൽ വലിയ ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നാട്ടുഭാഷകളെല്ലാം പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഭക്തി പ്രസ്ഥാനം. അതിൽ ഹിന്ദി, മറാത്തി, ബംഗാളി, കന്നഡ, ഗുജറാത്തി തുടങ്ങിയിട്ടുള്ള ഭാഷകളെല്ലാം ഭക്തി പണ്ഡിതന്മാരുടെ കാരണഫലമായി. ഈ ഭക്തി പണ്ഡിതന്മാരെല്ലാം ഈ ഭാഷകളിലാണ് അവരുടെ
കവിതകളും അവരുടെ കീർത്തനങ്ങളും രചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷകളിലെ സാഹിത്യഗതികളെല്ലാം സമ്പുഷ്ടമായി. അങ്ങനെ ഈ ഭാഷകൾക്കൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഭക്തി പണ്ഡിതന്മാര്, വലിയൊരു വിഭാഗം പണ്ഡിതന്മാരും സ്ത്രീകളെയും ശൂദ്രന്മാരെയും അതുപോലെ തന്നെ ജാതിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അൺടച്ചബിൾ കമ്മ്യൂണിറ്റീസിനെല്ലാം സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കുന്നതിലേക്ക് സാഹചര്യം ഒരുക്കി എന്ന് പറയപ്പെടുന്നു. ദെൻ പുതിയ പല മതധാരകളും അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായ മതങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിൽ ഭക്തി പ്രസ്ഥാനം ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ, പാന്തികൾ, കബീർ പാന്തീസ്, രാമാനന്ദീസ് തുടങ്ങിയിട്ടുള്ള വിവിധ വിഭാഗങ്ങളുടെ ആവിർഭാവത്തിനും ഭക്തി പ്രസ്ഥാനം ഒരു കാരണമായി മാറിയിട്ടുണ്ട്. പിന്നീട് ഭക്തി പ്രസ്ഥാനം ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള ധാരകൾ രൂപീകരിക്കുന്നതിൽ കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞ ദ്വൈത, അദ്വൈത തുടങ്ങിയിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള പൊസിഷൻസ് രൂപീകരിക്കുന്നതും അത് പിന്നീട് ഇന്ത്യയിൽ പ്രശസ്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഭക്തി പ്രസ്ഥാനത്തിന്റെ കാരണമായിട്ട് രൂപപ്പെട്ടു വന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര കേന്ദ്രീകൃതമായ ആരാധനകൾ, വിഗ്രഹങ്ങളുടെ രൂപീകരണം, അങ്ങനെയുള്ള പല മേഖലകളിൽ ഭക്തി പ്രസ്ഥാനം അതുപോലെ തന്നെ സാഹിത്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം. ഏറ്റവും ചുരുക്കുകയാണെങ്കിൽ ഭക്തി പ്രസ്ഥാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ആകമാനം വ്യാപിക്കുകയും അവിടെയുള്ള ജനങ്ങളെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്ത ഒരു വലിയ പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ഹിന്ദുമതത്തെ അത് പരിഷ്കരിക്കുകയും ഹിന്ദുക്കൾക്കിടയിലും ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഹാർമണി, ഒരു ഐക്യം, ഒരു സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിനും അത് വ്യാപിപ്പിക്കുന്നതിനും കാരണമായി മാറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.